ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലുള്ള 6ാമത്തെ ലെസൺ മെറ്റൽസ്, അതിലുള്ള എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ, അതാണ് നമ്മളിവിടെ പറയുന്നത്. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട 2 ഓറുകളാണ് കോപ്പർ പൈറൈറ്റ്സ് ആൻഡ് കോപ്പർ ഗ്ലാൻസ്. ഇതിൽ രണ്ടിലും സൾഫൈഡ് ഓറുകളാണ്. ഇവർ രണ്ടും സൾഫൈഡ് ഓറുകളാണ്. അപ്പോൾ സൾഫൈഡ് ഓറുകളെ പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡ്, അതായത് കോൺസെൻട്രേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴിയാണ് നമ്മൾ സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ അത് നമുക്കറിയാം. ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ് ഇവിടെ ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ മെത്തേഡ് ഓഫ് സൾഫൈഡ് ഓർ, ദാറ്റ് ഈസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. ഇനി ഈ സൾഫൈഡ് ഓറിൽ ബേസിക് ഇമ്പ്യൂരിറ്റീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബേസിക് ഇമ്പ്യൂരിറ്റീസ്, അതായത് അയൺ ഓക്സൈഡൊക്കെയാണ് ഇവിടെ കാണുന്ന ഇമ്പ്യൂരിറ്റീസ്. ഇതൊക്കെ ബേസിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്യൂട്ടബിളായിട്ട് ഫ്ലക്സ് ഉപയോഗിക്കേണ്ടത് അസിഡിക് ആയിരിക്കണം. അസിഡിക് ഫ്ലക്സ് ആയിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം കോപ്പറിൻ്റെ ഓറിൽ ബേസിക് ഇമ്പ്യൂരിറ്റീസ് ആണുള്ളത്. അതുകൊണ്ട് ഫ്ലക്സ് യൂസ്ഡ് മസ്റ്റ് ബി അസിഡിക്. അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സിനാണ് ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഇനി അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാൻഡാണ്. സാൻഡ് SiO2 എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചറാണ്. അപ്പോൾ ഒരു ഫ്ലക്സായിട്ട്, അസിഡിക് ഫ്ലക്സായിട്ട് നമുക്ക് സാൻഡിനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സാൻഡ് വെച്ച് ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുപ്രസ് സൾഫൈഡായിട്ട് മാറും. അപ്പോൾ കോപ്പർ പൈറൈറ്റ് എന്ന് പറയുന്ന ഓറ് സാൻഡുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുപ്രസ് സൾഫൈഡായിട്ട് മാറും. ഈ കുപ്രസ് സൾഫൈഡിനെ നമുക്ക് കുപ്രസ് ഓക്സൈഡാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ? വെൻ ഹീറ്റഡ് അണ്ടർ കൺട്രോൾഡ് ഫ്ലോ ഓഫ് എയർ. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് കുപ്രസ് സൾഫൈഡ് കുപ്രസ് ഓക്സൈഡായിട്ട് മാറും. ഈ കുപ്രസ് ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡുമായി ട്രീറ്റ് ചെയ്ത് നമുക്ക് കോപ്പർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യം കോൺസെൻട്രേഷൻ നടത്തിയിട്ട് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടത്തി കഴിയുമ്പോൾ കോപ്പർ പൈറൈറ്റിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാൻഡ് എന്ന അസിഡിക് ഫ്ലക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാൻഡ് നമ്മുടെ കോപ്പർ പൈറൈറ്റിലുള്ള അയൺ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് അതിനെ കോപ്പർ സൾഫൈഡായിട്ട് ആദ്യം മാറ്റും. പിന്നീട് കോപ്പർ സൾഫൈഡിൽ നിന്ന് കോപ്പർ ഓക്സൈഡ് ഉണ്ടാവും. വീണ്ടും ഈ കോപ്പർ ഓക്സൈഡും കോപ്പർ സൾഫൈഡും കൂടെ വർക്ക് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ട് കോപ്പർ നമുക്ക് കിട്ടും. ഇനി ഈ ഉണ്ടാവുന്ന കോപ്പറിനെ നമ്മളൊരു പേര് പറയാറുണ്ട്. വി കോൾ ഇറ്റ് ബ്ലിസ്റ്റർ കോപ്പർ. ബ്ലിസ്റ്റർ കോപ്പർ എന്ന പേരിലാണ് ഈ ഉണ്ടാവുന്ന കോപ്പർ നമ്മൾ അറിയപ്പെടുക. എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്? അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കോപ്പർ ലംസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് എങ്ങനെയാണ് കോപ്പർ ബ്ലിസ്റ്റർ എന്ന പേര് വന്നത്? വൈ ഇസ് ഇറ്റ് കോൾഡ് സോ? കാരണം ഇവിടെ SO2 ഇതിൻ്റെ കൂടെ റിലീസാവുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിലീസ് ചെയ്യുന്ന ഗ്യാസ് മെറ്റൽ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് ബ്ലിസ്റ്ററായിട്ട് ഫോം ചെയ്തിട്ട് നമ്മുടെ കോപ്പർ ലംസിൻ്റെ സർഫസിൽ ഇത് അപ്പിയർ ആവും. അതുകൊണ്ടാണ് കോപ്പറിനെ നമ്മൾ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയുന്നത്. അതായത് കോപ്പർ പ്രൊഡക്ഷൻ്റെ സമയത്ത് SO2 എന്ന് പറയുന്ന സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് റിലീസാവുന്നു. ഈ റിലീസാവുന്ന ഗ്യാസ് കോപ്പറിൻ്റെ മുകളിൽ ഒരു ബ്ലിസ്റ്ററായിട്ട് ഫോം ചെയ്ത് നിൽക്കും. ബ്ലിസ്റ്റർ മീൻസ് ഒരു കുമിള പോലെ നിൽക്കുന്നുണ്ട് ഈ SO2. അതുകൊണ്ടാണ് ഉണ്ടാവുന്ന കോപ്പറിനെ നമ്മൾ ബ്ലിസ്റ്റർ കോപ്പർ എന്ന പേര് കൊടുക്കുന്നത്. ഇനി ബ്രോൺസ് എന്നൊക്കെ പറയുന്നത് കോപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആലോയ്സ് ആണ്. അതായത് കോപ്പർ അടങ്ങിയിട്ടുള്ള മിക്സ്ചറാണ് ബ്രാസ് ആൻഡ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പറിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഈ പിക്ചറിൽ ഇലക്ട്രോളിസിസ് ആണ് നടക്കുന്നത്. അതായത് 99.9% പ്യുവർ കോപ്പർ കിട്ടണമെങ്കിൽ നമ്മളതിനെ പ്യൂരിഫിക്കേഷൻ നടത്തണം. പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് വഴിയാണ്. ഇലക്ട്രോളിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. റിഫൈനിങ് ഓഫ് കോപ്പർ. നമുക്ക് ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇംപ്യുവർ കോപ്പറാണ്. കാഥോഡായിട്ട് പ്യുവർ കോപ്പർ എടുക്കും. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫൈഡ് മിക്സ്ഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ നമ്മൾ ഇവിടെ
ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇംപ്യുവർ കോപ്പറിലുള്ള പ്യുവറായിട്ടുള്ള കോപ്പർ മാത്രം നമ്മുടെ കാഥോഡിലേക്ക് എത്തുകയാണ്. ഇവിടെ അടിയിൽ നമുക്കിവിടെ ഇങ്ങനെ ഗ്യാങ് കാണാൻ പറ്റും. ആനോഡ് മഡ് എന്നാണ് ഇതിനെ വിളിക്കുക. ഗ്യാങ് അവിടെ റിലീസാവുകയാണ്. നമ്മുടെ ബീക്കറിൽ അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ. അങ്ങനെ ഈ ഒരു ഇലക്ട്രോളിസിസ് കഴിഞ്ഞാൽ അവസാനം കാഥോഡിൽ നമുക്ക് പ്യുവറായിട്ടുള്ള കോപ്പർ ഉണ്ടാവും. ആനോഡിലുള്ള ഇംപ്യുവർ കോപ്പറിൽ നിന്ന് പ്യുവർ കോപ്പർ മാത്രം, ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിച്ച് പ്യുവർ കോപ്പർ കാഥോഡിലേക്ക് എത്തുന്നു. അപ്പോൾ കാഥോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ കോപ്പർ ഇതിൽ നിന്ന് ലഭിക്കും. ഇതാണ് റിഫൈനിങ് ഓഫ് കോപ്പർ, പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ, ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, താങ്ക് യു.